ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല സ്പോഞ്ചിയും ക്രീമി ആയിട്ടുള്ള കോക്കനട്ട് ക്രീം കേക്കാണ് കേട്ടോ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1/4 ഗ്ലാസ് പാല്, 1/4 ഗ്ലാസ് തൈര്, 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 പിഞ്ച് റെഡ് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് ടിന്നിൽ ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി 10 മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടയ്ക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പോഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതൊരു 2 കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കുന്നത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചേർത്തന്നേ ഉള്ളൂ. ഇനി കേക്കിൻ്റെ മുകളിലുള്ള കഷ്ണം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടിയിലുള്ള കഷ്ണത്തിൽ നന്നായിട്ടൊന്ന് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു 1/4 മുറി കോക്കനട്ടും കുറച്ച് വാൽനട്ടും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് കേക്കിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്നിക്കേഴ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്കിൽ മുഴുവനായിട്ടും ഫ്രഷ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ മുഴുവനായിട്ടും ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കോക്കനട്ടും വാൽനട്ട്സും ഉണ്ടല്ലോ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ രുചികരവും വെറൈറ്റി ആയിട്ടുള്ള കോക്കനട്ട് ക്രീം കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നോക്കി എന്തോരം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കോക്കനട്ടും ക്രീമും ചോക്ലേറ്റും ഒക്കെ മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി കോക്കനട്ട് ക്രീം കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.